അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ CPM-ന്റെ ദുഷ്ടലാക്കെന്ന് MT രമേശ്. ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കാൻ നേതൃത്വം നൽകിയവരാണ് LDF സർക്കാർ. യുവതികളെ ശബരിമലയിൽ കയറ്റി ആചാരങ്ങൾ ലംഘിച്ച് പരസ്യമായി വിളിച്ചു പറഞ്ഞയാളാണ് പിണറായി വിജയൻ. അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയല്ല, LDF-ന്റെ വികസനത്തിന് വേണ്ടിയാണെന്നും അതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും MT രമേശ് ചൂണ്ടിക്കാട്ടി. വാടകക്കെടുത്തുകൊണ്ട് കൊണ്ടുവന്ന യുവതികളെ മലകയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചതിന് ശേഷം അത് പരസ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? അതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട ശബരിമല സംഭവത്തിന് ശേഷം CPM-ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കുക എന്നുള്ള അജണ്ടയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കും. അയ്യപ്പ ഭക്ത സംഗമം ഈ പറയുന്നത് പോലെ ആത്മാർത്ഥമാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത്. NSS ആവശ്യപ്പെട്ടതാണല്ലോ ഈ കേസ് പിൻവലിക്കണമെന്ന്. ഇവരിപ്പോഴും കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അത് അഫിഡവിറ്റ് പിൻവലിക്കണം എന്ന് ഈ ഹിന്ദു സാമുദായിക സംഘടനകൾ ആവശ്യപ്പെട്ടതാണല്ലോ. ഇപ്പോഴും അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറായില്ല. സർക്കാർ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് ഇപ്പോഴും ശബരിമല യുവതികളെ കയറ്റണമെന്നുള്ളതാണ്. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും ലംഘിക്കണമെന്നുള്ളതാണ്. പിന്നെ അവരോട് എങ്ങനെ സഹകരിക്കാൻ വേണ്ടി സാധിക്കും? അത് തിരിച്ചറിയാൻ ഹിന്ദു സാമുദായിക സംഘടനകൾ തയ്യാറാകണം.